ഞാൻ മുഹമ്മദ് സഫറുള്ള KSRTC കോഴിക്കോട് സോണൽ ഓഫീസറായിരുന്നു. ഇപ്പം നിലവിൽ ഹോട്ടൽ ഫീൽഡിലാണ്. KSRTC കോഴിക്കോട് സോണൽ ഓഫീസറായിട്ടും ഫ്യൂവൽ സെല്ലിൻ്റെ റീജിയണൽ ഓഫീസറായിട്ടൊക്കെ വർക്ക് ചെയ്തിട്ട് നല്ലൊരു ട്രാക്ക് റെക്കോർഡോടുകൂടിയാണ് 2023 അവിടുന്ന് ഞാൻ ERS വാങ്ങി പടിയെടുക്കുന്നത്. ട്രഡീഷണൽ ആയിട്ടുള്ള പാരമ്പര്യമായിട്ട് നമ്മൾ 42 കൊല്ലത്തെ എക്സ്പീരിയൻസ് നിരശത്തെ പഴയ ഒരു ഹോട്ടലിൽ നിർബന്ധിതമായിട്ട് അവസ്ഥയിൽ കാരണം സാഹചര്യം അങ്ങനത്തെ വന്ന് വരേണ്ടി വന്നു. ഞാൻ ഇവിടെ എത്തുന്നു. സ്കേസിറ്റി ഓഫ് ഡീസൽ അത് പിന്നെ KSRTC ബാധിച്ച പല ഘട്ടങ്ങളുണ്ടായി. ഒരു തുള്ളി ഡീസലില്ലാതെ നിന്ന് പോയ സമയങ്ങളിലും അതിനൊന്നും പരമാവധി അതിനൊന്നും ഇടവരുത്താതെ ഡീസൽ രാത്രിയായാലും പാതിരാത്രിയായാലും ഒക്കെ സപ്ലൈ ചെയ്യാൻ അതിന് ലീഡർഷിപ്പ് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഇവിടെ വന്നപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് ഗൾഫ് വാറിൻ്റെ ഈ ഇറാൻ അമേരിക്ക ഇഷ്യൂസിൻ്റെ ഭാഗമായിട്ട് സ്വാഭാവികമായിട്ടും സംഭവിച്ചതെന്ന് വെച്ചാൽ ഗ്യാസിൻ്റെ ലഭ്യത വളരെയധികം ഷോർട്ടേജായി. അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ നമ്മുടെ ഗ്യാസിൻ്റെ ലഭ്യത വളരെ കുറയുമ്പോൾ നമുക്ക് നാടിനോട് ചെയ്യാൻ പറ്റുന്നത്, നമ്മുടെ ഇന്ത്യയോട് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് അതിൻ്റെ ചെലവ് ചുരുക്കലാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ ആൾട്ടർനേറ്റീവ് ഫ്യൂവലിലേക്ക് പോകും. അങ്ങനെ നമ്മുടെ കേരള ഹോട്ടൽ അസോസിയേഷൻ്റെ KHRA സംസ്ഥാന സമ്മേളനത്തിനുണ്ടായിരുന്ന ഒരു എക്സിബിഷൻ തൃശ്ശൂർ വെച്ചു. അപ്പോൾ അത് എക്സിബിഷന് ഞാൻ പോയപ്പോൾ ഈ ചെലവ് ചുരുക്കിയ ഒരു സ്റ്റൗവിനെ കുറിച്ച് റോക്കറ്റ് സ്റ്റൗവിനെ കുറിച്ച് ഞാൻ കേട്ടു. അത് വാങ്ങിയിട്ട് നമ്മൾ ബിരിയാണിക്ക് അത് യൂസ് ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് ഈ ഒരു ഗ്യാസിൻ്റെ ഇഷ്യൂ. അപ്പം നമ്മുടെ 1.5 സിലിണ്ടർ നമുക്ക് 2 ദിവസം കൊണ്ട് പൊറോട്ട മേക്കിങ്ങിന് വേണ്ടിയിട്ട് എനിക്ക് ആവശ്യമുണ്ട്. അത് ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ ഈ റോക്കറ്റ് സ്റ്റൗ എടുത്തിട്ട് പൊറോട്ട കല്ല് അതെടുത്തിട്ട് നേരെ ഇവിടെ വെച്ചുകൊണ്ട് ഉപയോഗിച്ചു. സക്സസ്, 100% സക്സസ്. അതുപോലെ തന്നെ എണ്ണക്കടി പഴംപൊരി നമ്മുടെ മലയാളിയുടെ ഒഴിവാക്കാൻ പറ്റുന്ന സാധനമാണ്. ഈ പഴംപൊരി ഞാൻ വർഷങ്ങളായി ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് വിറകിലാണ്. അപ്പം നമ്മുടെ ഇന്നവേറ്റീവായിട്ടുള്ള ഈ റോക്കറ്റ് സ്റ്റൗവും പാരമ്പര്യമായി ട്രഡീഷണൽ ആയിരുന്ന ഫയർവുഡും രണ്ടും സംയോജിപ്പിച്ചുകൊണ്ട് പിന്നെ ഗ്യാസും അല്പാൽപ്പം ഗ്യാസും വളരെ മിനിമൈസ് ചെയ്ത് ഗ്യാസും ഇത് 3ൻ്റെയും ഒരു സംയോജനമാണ് നമ്മുടെ ഇപ്പം എൻ്റെ സ്ഥാപനത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വയറിൻ്റെ കാളലാണ് മനുഷ്യൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. അതുകൊണ്ട് തന്നെ നല്ല ഫുഡ് നല്ല സമയത്ത് നന്നായി കൊടുക്കുക എന്നുള്ള ഒരു ലക്ഷ്യം വെച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു.